എല്ലാ കൂട്ടുകാർക്കും മംസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ചെറിയൊരു ജലദോഷവും ഒരു ഒച്ചയടപ്പൊക്കെ ഉണ്ട്. അപ്പോൾ സൗണ്ട് ക്ലിയർ ആണോ എന്നറിയില്ല, എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ രാവിലത്തെ ചെറിയൊരു വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വ്ളോഗാണിത്. അപ്പോൾ രാവിലെ അടുപ്പൊക്കെ കത്തിച്ച് മുട്ടക്കറി ഉണ്ടാക്കുകയാണ്. ഒഴിവുള്ളൊരു ദിവസമായിരുന്നു. ഇത് കുറച്ച് മുന്നേ എടുത്തു വെച്ചൊരു വ്ളോഗാണ്. ഇപ്പം ചെറിയൊരു ജലദോഷവും പനിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ രാവിലെ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പൊക്കെ കത്തിച്ചു. അപ്പോൾ ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ നമുക്കിങ്ങനെ സിമ്പിളായിട്ടൊക്കെ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കാം. അവർക്ക് ഏറെ ഇഷ്ടപ്പെടും. മുട്ടക്കറി, ചിക്കൻ കറി, നെയ്ച്ചോറ് അങ്ങനെയുള്ള സംഗതികളൊക്കെ എന്നും സ്കൂളൊക്കെ ഉള്ള ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനത്തെ കറികളൊന്നും അങ്ങനത്തെ സംഗതിയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെയാണ് നെയ്ച്ചോറും അങ്ങനത്തെയൊക്കെ ഞാൻ ഉണ്ടാക്കാറ്. അപ്പോൾ മുട്ടക്കറി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ്. അപ്പോൾ അത് അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മക്കളൊക്കെ ഉണ്ടെന്ന് എൻ്റെ കുക്കിങ്ങിന് സഹായിക്കാൻ. അതാണ് ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ. 3 ആളുണ്ട്. എല്ലാവരും ഓരോന്ന് സഹായിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ 2ാമത്തെ മോനാണ്, വൈഷ്ണവ്. അപ്പു എന്നാണ് വിളിക്കുക. അപ്പോൾ അവനത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നാളികേരം നല്ലതുപോലെ അരച്ചെടുക്കണതിന് നാളികേരം അരക്കുകയാണ്. നല്ല ഒരു പാല് പോലെ കിട്ടണം. ഒരു ചൂടുവെള്ളം കൊണ്ട് നമ്മൾ അരച്ചിട്ടുണ്ടെങ്കിൽ നല്ല പാല് പോലെ കിട്ടും. അല്ലെങ്കിൽ നാളികേരം പാല് പിഴിഞ്ഞെടുക്കണം. ഞാൻ അധികം നന്നായി അരക്കലാണ് ചെയ്യാറ്. അപ്പോൾ ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നെ ഗരം മസാല ചേർക്കണം. പെരിഞ്ജീരകം ലാസ്റ്റ് ചേർത്താൽ മതി. അതാണ് ഇതിനൊരു കൂടുതൽ ഫ്ലേവർ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേരം ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം വേണം മുട്ട ചേർക്കാൻ. അല്ലെങ്കിൽ മുട്ടയൊക്കെ ആകെ ഉടഞ്ഞു പോകും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ ഉടനെ തന്നെ ഞാൻ ലഞ്ചും റെഡിയാക്കി. പിന്നെ അടുക്കളയൊക്കെ വേഗം പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് എനിക്ക് ബോയ്സ് സ്കൂളിലൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് പോകണം വൈകുന്നേരം. അപ്പോൾ ഇന്ന് അതിൻ്റെ പരിപാടിയൊക്കെ ആയിരുന്നു വൈകുന്നേരം ആകുമ്പോൾ. അപ്പോൾ വേഗം കുക്കിങ്ങൊക്കെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു വിടുമ്പോൾ തന്നെ ലഞ്ചിൻ്റെ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ കുട്ടികളെ നമ്മളിതുപോലെ ഓരോന്നും ഉണ്ടാക്കാനും അവർക്ക് ഒഴിവുള്ള സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ കൂട്ടുക. ഉപ്പിടുന്നതും മുളകിടുന്നതൊക്കെ അവരും കണ്ട് മനസ്സിലാക്കട്ടെ. മറ്റേത് ഒറ്റയ്ക്കൊക്കെ ആവുമ്പോൾ അവർക്ക് ഉപ്പും മുളകും എത്ര ഇടണം ഒന്നും അറിയാത്തൊരു വിധത്തിലാവും. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒക്കെ നമ്മളെ കൂടെ നിർത്തി നമ്മൾ ഇങ്ങനെ പരിശീലിപ്പിച്ച് കൊടുക്കണം. ഇതൊന്നും ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യമല്ല. നമ്മൾ അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അവരിനിപ്പോൾ വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യേണ്ടവരും പഠിക്കേണ്ടവരൊക്കെയാണ്. അപ്പോൾ അത്യാവശ്യം വേണ്ട സംഗതികൾ ഉണ്ടാക്കാനൊക്കെ അവർ പഠിച്ചിരിക്കണം. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും ലഞ്ച് ഉണ്ടാക്കാനൊക്കെ ഈസി ആയിട്ടുള്ള ഇതിലൊക്കെ അവർക്ക് പഠിച്ചിരിക്കേണ്ട കാര്യം തന്നെയാണ്. പഠിത്തത്തിൻ്റെ കൂടെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ പരിശീലിപ്പിക്കണം. അത് നമുക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. സ്കൂളുകളിലൊന്നും അത് പഠിപ്പിച്ച് കൊടുക്കില്ല. അപ്പോൾ രാവിലെ ഇന്ന് ചപ്പാത്തിയാണ്. ചപ്പാത്തിയുടെ കൂടെയാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ പെട്ടെന്ന് ചൂടാവുന്നുണ്ട്. അപ്പോൾ ഞാനിത് മീൻ വറക്കാനൊക്കെ വേണ്ടിയിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഞാനതിൽ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് കരുതി. നല്ല പെട്ടെന്ന് ഇങ്ങോട്ട് ചൂടാവുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ആകുമ്പോൾ കരിഞ്ഞൊന്നുണ്ട്. നല്ല തീ കത്തണുള്ളത് കൊണ്ട് തന്നെ കരിയുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇതിലുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ. തീയൊക്കെ നല്ലതുപോലെ താത്തി കൊളുത്തതിന് ശേഷം മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ ഇവിടെ ഉഷാറായിട്ട് നിൽക്കുകയാണ് കേട്ടോ. നല്ല രാവിലെയൊക്കെ നന്നായി നനയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ നന്നായി വിരിയുന്നുണ്ട്. നല്ല കളറുമാണ് അപ്പോൾ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാൻ കഴിച്ചിട്ടില്ല, മറ്റവർക്കൊക്കെ കൊടുത്തു. അതിന് ശേഷം പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ പിന്നെയും നിന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ ആദ്യം കഴിച്ചു. ഏട്ടനൊക്കെ എങ്ങോട്ടോ പോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഏട്ടന് വേഗം ആദ്യം കൊടുത്തതാണ്.
പിന്നെ അതിന് ശേഷം പരത്തിയിട്ടൊക്കെ വേണം പിന്നെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു ഷീറ്റ് ഞാൻ ഇങ്ങനെ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്, ചപ്പാത്തി പരത്തുന്നത്. പെട്ടെന്ന് നമുക്ക് പരത്തിയെടുക്കാൻ എന്ത് സുഖമാണ് അറിയോ. ഇത് എല്ലാവരും ഒന്ന് വാങ്ങി നോക്കണം. അപ്പോൾ ഇന്ന് നമ്മളെ ഉപ്പേരി ഇടിച്ചക്ക ഉപ്പേരിയാണ്. അപ്പോൾ മോന് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്, വലിയ ആൾ ചെറിയവനെ പഠിപ്പിച്ച് കൊടുക്കണമൊക്കെ ഉണ്ട്. ഒരു തോന്നലാണ് ഇടയ്ക്കൊക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് പഠിപ്പിച്ചൊക്കെ കൊടുക്കും ചില സമയത്തൊക്കെ. മുരിങ്ങേൻ്റെ ഇലേൻ്റെ കൂട്ടാനാണ് ചക്കപ്പേരി. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ ഇത് കാണാൻ പോകണമെന്ന് പറഞ്ഞില്ലേ ബോയ്സ് ഹൈസ്കൂളിൽ, അപ്പോൾ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നുള്ളൊരു ഇതാണത്. ഇങ്ങനെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ കുറച്ച് ഭാഗമൊക്കെ ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോയിൽ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക.